ചിന്നുമോളെയും കൂട്ടിയിട്ട് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചായനും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ച് കൊടുത്തതിന് ശേഷം അവർ വണ്ടിയിൽ കയറിയിട്ട് തിരിച്ച് ചിന്നുമോളെ ത്യാഗഭവനിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ അലക്ഷ്യമായിട്ട് കാർ ഓടിക്കുന്നതാട്ടോ. എങ്ങോട്ടൊന്നില്ലാതെ ഇങ്ങനെ ഭയങ്കര മൈൻഡൊക്കെ വേറെ രീതിയിലായതുകൊണ്ട് കാർ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈൻഡൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത്രയും ഷോക്കഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ് അറിഞ്ഞേക്കുന്നത്. അങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഇടയ്ക്കാണെങ്കിൽ റോഡിലൂടെ മറ്റ് വാഹനത്തിൽ പോകുന്ന യാത്രക്കാരെ ഓടിക്കുന്ന ആൾക്കാർ ഡ്രൈവർമാർ ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നോക്കി പോടാ, ഒന്നും പോയി മര്യാദക്ക് ഓടിക്കടാ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാറിനുള്ളിൽ ഇരുന്നിട്ട് തന്നെ പറയുന്നുണ്ട്. അത്രയും ദേഷ്യം ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അലീന ചായയുമായിട്ട് ബാലചന്ദ്രനെ അന്വേഷിച്ച് റൂമിലേക്ക് വരുന്ന കേട്ടോ. സാർ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് റൂമിൽ ബാലചന്ദ്രനെ കാണുന്നില്ല. സംശയത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണെങ്കിൽ റൂമൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുക കേട്ടോ. ബെഡിലൊക്കെ കുറേ ഫയലുകളും പേപ്പറുകളൊക്കെ കിടക്കുന്നു. 2 മേശയുടെ ഡ്രോയേഴ്സൊക്കെ തുറന്ന് കിടക്കുന്നു. അതിൽ നിന്നൊക്കെ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടതുപോലെ. അപ്പോൾ അലീന ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ബാത്റൂമിൻ്റെ ഡോറും തുറന്നാണ് കിടക്കുന്നത്. അതും അടച്ചിട്ടില്ല. അതിനകത്തും ആളില്ല എന്ന് മനസ്സിലാവുകയാണ്. ആകെ അങ്കലാപ്പിലൂടെ അലീന അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ആ ടീ കപ്പ് അവിടെ വെക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ താഴെ ഒരു ആൽബം വീണ് കിടക്കുന്നത് കാണുകയാണ്. അങ്ങനെ അതെടുത്ത് നോക്കുമ്പോൾ അതിൽ അവരുടെ ഫാമിലി ഫോട്ടോസാണ്. നമ്മുടെ ബാലചന്ദ്രനും വൈജയന്തിയും മക്കളൊക്കെ ഉള്ള ഫോട്ടോസാണ്. അലീന അതൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുന്നുണ്ട്. പിന്നീട് ആ റൂം ഇങ്ങനെ ആകമാനം നോക്കുമ്പോൾ മൊത്തം ആകെ വാരി വലിച്ചിട്ടതുപോലെ ഇല്ലേ. ഒന്ന് സംശയിച്ച് നിന്നിട്ട് അലീന അതൊക്കെ ഒന്ന് ഓർഡറാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ചായക്കപ്പ് എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ വീണ്ടും എന്തോ സംശയിച്ചിട്ട് ഒന്ന് റൂമിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അലീന മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നതാണ്, മുത്തശ്ശി ബാലചന്ദ്രൻ സാറ് പോയി എന്ന് പറയാണ്. അതിനെന്താ അവൻ പോവാറുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ചിലപ്പോൾ പറയാൻ തോന്നിക്കാണില്ല എന്ന് പറയാണ്. അങ്ങനെയല്ല, ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ടീ വാങ്ങിച്ചു കുടിച്ചിട്ടൊക്കെയാണ് പോവാറുള്ളത്. ഇന്നിപ്പോൾ അവൻ ആ ടീ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും എന്ന് പറയണം മുത്തശ്ശി. അങ്ങനെയല്ല മുത്തശ്ശി, ഞാൻ കൊടുക്കുന്ന ലെമൺ ടീ കുടിച്ചിട്ടേ സാറ് പോവാറുള്ളൂ. ഒന്ന് ഭക്ഷണം കഴിച്ച് ഒന്ന് കിടന്ന് മയങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ലെമൺ ടീ ഒക്കെ കുടിച്ചിട്ടാണ് സാറ് പോവാറ്. ചിലപ്പോൾ അത് അവന് വേണ്ടാഞ്ഞിട്ടായിരിക്കും മോളെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മുത്തശ്ശി, സാധാരണ പോകുമ്പം എന്നോട് ഡോറ് കുറ്റിയിടാനൊക്കെ പറയുള്ളൂ, ഫ്രണ്ടിൽ ഡോറ് അതൊന്നും അടച്ചില്ല, അതൊക്കെ തുറന്നെടുക്കുകയാണ്. ചിലപ്പം എന്തെങ്കിലും ധൃതിയിൽ പോയതായിരിക്കും. അതുമല്ല മുത്തശ്ശി, റൂമിൻ്റെ ഡോറ് തുറന്ന് കിടക്കുന്നു, അവിടെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടതുപോലെ കിടക്കുന്നു, ഒക്കെ എന്തൊക്കെയോ ഒരു ലക്ഷണ പിശക് എന്ന് പറയാണ്. അങ്ങനെയാണോ? എന്നാൽ കാറ് മുറ്റത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാറില്ല മുത്തശ്ശി, കാറ് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയാണ്. എന്തെങ്കിലും ധൃതിയിൽ പോയതായിരിക്കും, എന്താണെങ്കിലും വൈകിട്ട് ഇങ്ങോട്ട് വരുമല്ലോ, അപ്പം നമുക്ക് ചോദിക്കാം എന്ന് പറയണം മുത്തശ്ശി. എന്തോ ഒരു പന്തികേടുണ്ടെന്ന് അലീനയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ്. അലീന ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വൈകിട്ട് വൈജയന്തി വീട്ടിലേക്ക് വരുന്നതാണ്. വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ആ സമയത്ത് ബബിതയാണ് ഡോറ് തുറന്നു കൊടുക്കുന്നത്. അമ്മയായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ബബിത അങ്ങോട്ട് പോവുകയാണ്. ബബിതയും കൃഷ്ണയും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈജ നേരെ റൂമിലേക്ക് പോയിട്ട് നൈറ്റിയൊക്കെ മാറിയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ കൃഷ്ണ വിളിച്ച് പറയുന്നുണ്ട്, അലീന ചേച്ചി അമ്മ വന്നു, അമ്മയ്ക്ക് ചായ വേണം എന്ന് വിളിച്ച് പറയുകയാണ്. ആ സമയത്താണ് വൈജ ചായ കുടിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നത്. വൈജ വരുന്ന സമയത്ത് തന്നെ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അമ്മ ഇന്ന് നേരത്തെയാണല്ലോ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണ ചോദിച്ചത് മൈൻഡ് ചെയ്യാതെ വൈജ പോയിട്ട് കൈ കഴുകിക്കൊണ്ട് വന്നിരിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം ചോദിച്ചൊന്ന് റിയാക്ട് ചെയ്തൂടെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സൗകര്യമില്ല, നീ പോയി കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് വൈജ. ആ സമയത്ത് അലീന വൈജയ്ക്കുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ആ സമയത്ത് വൈജ കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇന്ന് ട്യൂഷൻ ഇല്ലായിരുന്നോടി എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ മിണ്ടുന്നില്ല കേട്ടോ. ചോദിച്ചിട്ടും മിണ്ടാത്തത് കാരണം വൈജ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അവൾക്കും മനസ്സില്ല അമ്മയോട് മറുപടി പറയാൻ, അമ്മ പോയി കേസ് കൊടുക്കുക എന്ന് പറയാണ്. എന്നോട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും കൂടെ എന്ന് ചോദിച്ച് വളരെ വിഷമത്തോട് കൂടിയിട്ട് തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വൈജ. ആ സമയത്ത് അലീന വൈജയ്ക്കുള്ള സ്നാക്സുമായിട്ട് വരുന്നുണ്ട്. വൈജ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, മാഡം ചായ തണുത്തു പോകും എന്ന് പറയുമ്പോൾ വൈജ തല പൊക്കുകയാണ്. അപ്പോൾ വൈജ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം വിഷമിക്കേണ്ട, ഞാൻ പോകാൻ തീരുമാനിച്ചു എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് കൃഷ്ണയും ബബിതയും ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ. കൃഷ്ണ ആകെ ഷോക്കായേക്കാണ്. മാഡം വിഷമിക്കേണ്ട, ഞാൻ പോകാൻ തീരുമാനിച്ചു, എൻ്റെ കുഴപ്പം കൊണ്ടാണ് എല്ലാ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായത്, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ്, ഞാൻ ഇനി അധികം നിൽക്കുന്നില്ല, മറ്റന്നാൾ തന്നെ ഞാൻ പൊക്കോളാം, എൻ്റെ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ പോയേനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇനി ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്നൊക്കെ അലീന ഇങ്ങനെ പറയുമ്പോൾ കൃഷ്ണ ചാടി എഴുന്നേൽക്കുകയാണ്. ചേച്ചി എന്ത് ഈ പറയുന്നത്, ആര് പറഞ്ഞിട്ടാണ്, എന്തിനാ ചേച്ചി പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഡം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ തനിയെ പിരിഞ്ഞു പോയിക്കോളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ ഒരു വലിയ തീരാവേദനയാണ്. അതുകൊണ്ട് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോകാൻ തീരുമാനിച്ചു എന്ന് പറയണം അലീന.
വൈജ ഒന്നും മറുപടി ഒന്നും കൊടുക്കുന്നില്ല. ആ സമയത്ത് അലീന പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ എന്തോ ആലോചിച്ച് തിരിച്ച് വന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ സാർ എൻ്റെ അക്കൗണ്ടിലേക്ക് 1,87,000 രൂപ കോമ്പൻസേഷൻ എന്ന നിലയ്ക്ക് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ തിരിച്ചു തരും എന്നിങ്ങനെ പറയാട്ടോ. ആ സമയത്ത് വൈജ പറയുന്നുണ്ട്, അത് കോമ്പൻസേഷൻ അല്ല, അതിന് അർത്ഥം വേറെയാണ്, വേറെ എന്തെങ്കിലും ആയിരിക്കും, വേറെ എന്തിൻ്റെങ്കിലും പേരിലായിരിക്കും എന്ന് പറയുമ്പോൾ, വേറെ എന്തിൻ്റെ പേരിലാണ് മാഡം പറ, എന്തിൻ്റെ പേരിലാണ് ഇട്ട് തന്നേക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യത്തോട് ചോദിക്കുകയാണ്. ആ സമയത്ത് വൈജ ആകെ ഷോക്കാവുന്നുണ്ട്, പറഞ്ഞു പോയല്ലോ എന്നുള്ള രീതിയിൽ. ആ സമയത്ത് അലീന ദേഷ്യത്തോട് കൂടിയിട്ട് പറയാണ്, മാഡത്തിൻ്റെ മകൻ എന്നെ റൂമിലേക്ക് വിളിച്ച് കയറ്റിയിട്ട് മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കുടിപ്പിച്ച് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതിന് മാഡത്തിൻ്റെ ഭർത്താവ് ബാലചന്ദ്രൻ സാർ എനിക്ക് നഷ്ടപരിഹാരം തന്നതാണ്. ഹോസ്പിറ്റലിൽ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ കത്രിക എടുത്തിൻ്റെ സ്വന്തം വയറ്റിലേക്ക് ഞാൻ കുത്തേറ്റ് ഒരു 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നു. അതിന് എനിക്ക് നഷ്ടപരിഹാരം തന്നതാണ് ആ കാശ്. അതിന് മാഡം വേറെ എന്ത് പേരിട്ട് വിളിക്കും മാഡം പറ എന്ന് പറയുമ്പോൾ വൈജ ആകെ ഷോക്കാവാണ്. കൃഷ്ണയും ഒക്കെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ബബിത ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോവാണ് ഷോക്കായിട്ട് കേട്ടോ. വീണ്ടും അലീന പറയുന്നുണ്ട്, മാഡം പറ എന്തിനാ ആ പൈസ എന്ന് മാഡം പറ, അല്ലാതെ വേറെ എന്തിൻ്റെ പേരാണ് അത് മാഡം പറ എന്ന് പറയാട്ടോ. വൈജയ ആകെ ഷോക്കായിട്ട് പറഞ്ഞു പോയല്ലോ എന്നുള്ള രീതിയിലിരിക്കുകയാണ്. എന്നാലും എനിക്ക് ആ പൈസ വേണ്ട, ഞാനത് തിരിച്ചു തരും, മാഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ട് തരും. അല്ലാന്നുണ്ടെങ്കിൽ മാഡം പിന്നീട് പറയും ഞാനും ബാലചന്ദ്ര സാറും നടത്തിയ വേറൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു ആ പണമിടപാട് എന്ന് മാഡം പറയുമെന്ന് അലീന പറയണം. അതോടെ കേട്ടപ്പോൾ വൈജയ്ക്ക് ആകെ വല്ലാതാവുന്നുണ്ട്. അത്രയും പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോകുന്നുണ്ട്. വൈജ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി കതകടയ്ക്കുകയാണ്. ബബിതയും കൃഷ്ണയും മുഖാമുഖം നോക്കുകയാണ്, കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ. പിന്നീട് കാണിക്കുന്നത് വൈജ കൃഷ്ണയോടും ബബിതയോടും സംസാരിക്കുന്നതാണ്. രോഹിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതായാലും അറിഞ്ഞല്ലോ, ഇനി അതിനെപ്പറ്റി അലീനയോട് സംസാരിക്കാൻ പോവരുത് എന്ന് പറയാണ്. അതെന്താ അങ്ങനെ സംസാരിച്ചാൽ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ, സംസാരിക്കാൻ പോവരുത് അതന്നെയല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്, അത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, എന്തായാലും അത് സംഭവിച്ച കാര്യമല്ലേ എന്ന് ബബിത പറയാണ്. സംഭവിച്ച കാര്യമാണ്, അത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ, എന്നാലും അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞത് എന്ന് പറയാണ് വൈജയന്തി. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അത് ശരി, കുറ്റം ചെയ്തവർക്കല്ല ശിക്ഷ, തെറ്റ് ചെയ്യാത്തവർക്കാണ്, നിരപരാധികൾക്കാണ് ശിക്ഷ കൊടുക്കുന്നതല്ലേ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ, കുറ്റം ചെയ്തവർക്കും കൊടുത്തു. രോഹിത്തിനെ ഞാൻ ഒരുപാട് തല്ലി, എൻ്റെ കൈയിൻ്റെ അസ്ഥി ഒടിയുന്നത് പോലെ ഞാൻ തല്ലി. മനു ആണെങ്കിലും ഹരിയെ ഒരുപാട് തല്ലി എന്ന് രോഹി എന്നോട് പറഞ്ഞു. അതാണോ ശിക്ഷ? എന്നോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണോ കൊടുക്കുന്ന ശിക്ഷ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണ. ഇനി അതിനെപ്പറ്റി ഇവിടെ സംസാരിക്കേണ്ട, നിങ്ങൾ ആരും അവളോട് ചോദിക്കാനും പോകണ്ട. എന്നാലും അത് വളരെ മോശമായി പോയല്ലോ, നമ്മളൊക്കെ വളരെ ചെറുതായി പോയില്ലേ അമ്മ എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് പറഞ്ഞത് അതിനെപ്പറ്റി സംസാരിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കിച്ചണിൽ ജോലി ചെയ്യുന്ന അലീനയാണ്. അലീനയുടെ അടുത്തേക്ക് കൃഷ്ണ ചെല്ലുന്നുണ്ട്. കൃഷ്ണ വന്നിട്ട് ചേച്ചിന്ന് വിളിക്കുകയാണ്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മോളുടെ അമ്മ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ നിന്ന് പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ 99% പ്രശ്നങ്ങളും തീരുമെന്ന്. ഒന്നും തീരത്തില്ല ചേച്ചി പോവണ്ട, അമ്മ ഇവിടുന്ന് പോകുന്നതാണ് ഏറ്റവും നല്ലത്, അമ്മ പോയാലേ പ്രശ്നങ്ങൾ തീരാം. അങ്ങനെയൊന്നുമില്ല മോൾ ഇവിടെ പറയുന്നത് കേട്ടാൽ ഭൂമിയിൽ മനുഷ്യന്മാർ പോയി കഴിഞ്ഞാൽ ഭൂമിയിലെ പ്രശ്നങ്ങൾ തീരും എന്ന് പറയുന്നത് പോലെയാണല്ലോ അമ്മ ഇവിടുന്ന് പോയാൽ പ്രശ്നങ്ങൾ തീരുമെന്ന്. ശരിയാണ് ചേച്ചി, അമ്മ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരും. അമ്മ ഇവിടെ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചേച്ചിയില്ലേ. രാവിലെ അമ്മ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു ഗൈഡൻസ് പോലും ഞങ്ങൾക്ക് തരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അമ്മയല്ലേ മോളെ, അമ്മ ഇവിടുന്ന് ഒരു ദിവസം മാറി നിന്നാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ഫീൽ ചെയ്യും, അതാ ഞാൻ പറഞ്ഞത്, അമ്മ ഒരു ദിവസം കൊല്ലപ്പള്ളിയിൽ പോയി നിന്നാൽ ഞങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും, ഞങ്ങൾക്ക് നല്ല സമാധാനം കിട്ടുമെന്ന് കൃഷ്ണ പറയുമ്പോൾ, പോടി കള്ളി എന്ന് പറയട്ടോ. ഞാൻ സത്യമാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി പോയി. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളമ്മ വേണ്ട പോലെയൊക്കെ കെയർ ചെയ്തോളും എന്ന് പറയുമ്പോൾ, ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ഞങ്ങൾക്കറിയാവുന്നതല്ലേ, ചേച്ചിയേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം. കാരണം ചേച്ചി പോയി കഴിഞ്ഞാൽ വേറൊരു ജോലിക്കാരിയെ വെക്കും. ആ ജോലിക്കാരിയാണെങ്കിൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുകയും ചെയ്യും, മര്യാദക്കൊന്നും ഭക്ഷണം ഉണ്ടാക്കത്തില്ല, മുത്തശ്ശിയെ നോക്കത്തില്ല, ഉള്ള പരദൂഷണം മുഴുവൻ അമ്മയ്ക്ക് കേൾക്കും. അമ്മയ്ക്ക് പിന്നെ ഒരു ഗുണമുണ്ട്, ആ സ്ത്രീ പറയുന്ന നാട്ടിലെ എല്ലാ പരിദൂഷണങ്ങളും കേൾക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അമ്മ അതിനൊക്കെ ഇരുന്ന് കൊടുക്കും. പിന്നെ ചേച്ചിയാണെങ്കിൽ ഇവിടെ ഒന്നും ആരുടെയും കുറ്റങ്ങളും കുറവുകളും ഒന്നും പറയത്തില്ല, കേൾക്കത്തുമില്ല എന്ന് പറയുമ്പോൾ, നീയും ഇപ്പം അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിൻ്റെ അമ്മയുടെ കുറ്റങ്ങൾ എന്ന് പറയാണ് അലീന. എന്നാലും ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആകെ എനിക്ക് വിഷമാകും, ചേച്ചി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കാരണം ചേച്ചി പോവുകയാണല്ലോ എന്ന് ഓർത്തുള്ള വിഷമത്തിൽ ഞാൻ പറഞ്ഞതാണെന്ന് പറയാണ് കൃഷ്ണമോള്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചതല്ല, ഞാൻ ഇവിടെ നിന്നതുപോലും ഇത്രയും ആട്ടും തുപ്പും സഹിച്ച് എല്ലാം ക്ഷമിച്ച് ഞാൻ ഇവിടെ നിന്നതുപോലും മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ, ചേച്ചി അപ്പോൾ പോകാൻ തീരുമാനിച്ചോ, ഉറപ്പായിട്ടും പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അലീന അതെ എന്ന് പറയണം. ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, എനിക്ക് നല്ലൊരു ചേച്ചിയെ നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ, എനിക്ക് അനിയത്തിയും നഷ്ടപ്പെടും എന്ന് പറയണം അലീന. അതിന് മുന്നേ കൃഷ്ണ പറയുന്നുണ്ട്, ഇനിയാണ് ഇവിടെ ചേച്ചി വേണ്ടത്, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചേച്ചി, അതൊക്കെ ക്ലിയർ ചെയ്യാൻ
ചെയ്യാനായിട്ട് ചേച്ചി ഇവിടെ വേണം എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് അറിയാമല്ലോ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറയണത്. അതെ, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രോഹിത്തിനെ ഒന്ന് ക്ലിയർ ആക്കണം, അവനെ ഒന്ന് നേരെയായ വഴിയിലേക്ക് കൊണ്ടുവരണം. അതുപോലെ ബബിതയും കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. നിനക്ക് കുറച്ച് കെയറിങ് കൂടുതൽ കിട്ടാനുണ്ട്. അത് മാത്രമല്ല അച്ഛനെ കുറച്ച് കൂടുതൽ പരിഗണനയും സ്നേഹമൊക്കെ നിങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട്. ഭാര്യയുടെയും മക്കളുടെ അടുത്ത് നിന്ന് ഒരു ബിസിനസ് മെഷീൻ മാത്രമായിട്ടാണ് നിങ്ങൾ കാണുന്നത് അച്ഛനെ എന്നൊക്കെ പറയണം. അതൊക്കെ ശരിയാക്കാനുണ്ട്. എന്നാൽ അതൊക്കെ ശരിയാവണമെങ്കിൽ ചേച്ചി ഇവിടെ വേണം എന്ന് പറയുമ്പോൾ പറ്റില്ല മോളെ, എനിക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് തന്നെ പറയണം. ആ സമയത്താണ് ചേച്ചി എനിക്ക് നല്ലൊരു ചേച്ചിയെ നഷ്ടപ്പെടുമെന്ന് കൃഷ്ണ പറയുന്നത്. അതുപോലെ എനിക്ക് ഒരു അനിയത്തിയെ നഷ്ടപ്പെടും എന്ന് പറയാണ് അലീന. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ അലക്ഷ്യമായിട്ട് കാർ ഓടിക്കുന്നതാണ്. ഒരു ലോങ് യാത്ര പോകുന്നത് പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ സമയത്ത് ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. മനു അലീനയെ കൊണ്ടുവരുന്ന കാര്യം സംസാരിക്കുന്നത് ആലോചിക്കുകയാണ്. മുത്തശ്ശൻ ഒരു ഹോം നഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത്രയും ദൂരത്ത് നിന്ന് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛൻ ഏർപ്പാടാക്കിയതല്ലേ, നല്ലതാണെങ്കിൽ നിർത്താം അല്ലെങ്കിൽ പറഞ്ഞേക്കാം എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ വൈജിയും കമലയൊക്കെ എതിർക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ കാറിൽ യാത്ര ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ബാലചന്ദ്രനെ കാണാനില്ലാഞ്ഞിട്ട് എല്ലാവരും വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.